KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. 20 വർഷത്തിനിടെ 750 പേർക്ക് വിവാഹം. മർക്കസ് ഗ്രീൻ വാലിയുടെ തണലിൽ 10 യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യം. ഇടതുപക്ഷത്തിന്റെ മദ്യനയത്തെ പരിഹസിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മദ്യവർജനം ഒരു നയമല്ലെന്നും ഉപദേശം മാത്രമാണെന്നും മുഖ്യമന്ത്രി. ഘട്ടം ഘട്ടമായ മദ്യനിരോധനം എന്ന പ്രഖ്യാപിത ലക്ഷ്യം കാറ്റിൽ പറത്തി സംസ്ഥാനത്ത് 6 ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ്. വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നതിനെ തുടർന്ന് അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴ്ന്നു. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകം. നിനോ മാത്യുവിന് വധശിക്ഷ. അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം. ആരോഗ്യ വായനാരംഗത്ത് പുതിയ കാലവെപ്പുമായി മർക്കസ് ആരോഗ്യം. വരിചേരാൻ ആയിരങ്ങൾ. മികച്ച പ്രതികരണം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം നൽകിയില്ലെങ്കിൽ നിഷേധ വോട്ട് ചെയ്യുമെന്ന് പെൺകൂട്ടായ്മ. മലയോരത്തിന് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിച്ച് ഗ്രീൻ വാലി സമ്മേളനം. സ്ത്രീ വിദ്യാഭ്യാസത്തിന് മികച്ച പരിഗണന വേണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷത്തിന്റെ മദ്യനയമായി ഉയർത്തിക്കാട്ടുന്ന മദ്യവർജനം ഒരു നയമല്ലെന്നും ഉപദേശം മാത്രമാണെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കണ്ണൂർ പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യനയമെന്നാൽ മദ്യത്തിന്റെ ഉത്പാദനം, വിതരണം, നികുതി എന്നീ കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കേണ്ട നയമാണ്. മദ്യം വർജിക്കണമെന്ന ഉപദേശം മദ്യം ഉണ്ടായ കാലം മുതലുള്ളതാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുൻവാക്ക് പരിപാടിയിലാണ് CPMന്റെ മദ്യനയത്തെ മുഖ്യമന്ത്രി കളിയാക്കിയത്. മദ്യവർജനമാണ് അവരുടെ നയമെന്ന് പറഞ്ഞു. മദ്യവർജനം ഒരു നയമല്ല, അതൊരു ഉപദേശമാണ്. VS അച്യുതാനന്ദൻ ഇപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമായത് നന്നായി. CPM നേരത്തെ കമ്പ്യൂട്ടറിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ യുവാക്കൾ ജോലി തേടി ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോവേണ്ടി വരുമായിരുന്നില്ല. എങ്കിലും തോന്നിയത് നന്നായി. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തോന്നിയിരുന്നെങ്കിൽ, VSന് മാത്രമല്ല പാർട്ടിക്കും തോന്നിയിരുന്നെങ്കിൽ, ഈ ബാംഗ്ലൂരും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ പോയിരിക്കുന്ന നമ്മുടെ പിള്ളേർ ഇവിടെ നിന്ന് ഇവിടുത്തെ IT കമ്പനി വർക്ക് ചെയ്തേ. കോൺഗ്രസ് BJPയുമായി ധാരണയുണ്ടാക്കിയെന്ന ആരോപണത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രോഷത്തോടെയാണ് നേരിട്ടത്. അടിയന്തരാവസ്ഥ എതിർക്കാനാണെന്ന് പറഞ്ഞ് അവര് ഈ 140 നിയോജക മണ്ഡലത്തിലും അവര് ധാരണയുണ്ടാക്കിയ മത്സരിച്ചത്, പാർലമെന്റിലേക്ക് ധാരണയുണ്ടാക്കി മത്സരിച്ചത്. ആ മത്സരത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും വലിയ കനത്ത തിരിച്ചടി നൽകിയത്. ഘട്ടം ഘട്ടമായ മദ്യനിരോധനം എന്ന പ്രഖ്യാപിത ലക്ഷ്യം കാറ്റിൽ പറത്തി സംസ്ഥാനത്ത് 6 ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ്. UDFന്റെ മദ്യനയവും ബാർ കോഴയും നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടും ചൂരും പകരുന്നതിനിടയിലാണ് 1/2 ഡസൻ ബാർ ലൈസൻസുകൾ പുതിയ വിവാദത്തിന് വഴിമരുന്നിട്ടത്. 5 സ്റ്റാർ ഹോട്ടലുകൾക്കാണ് ബാർ ലൈസൻസ് നൽകിയതെന്നും അത് സർക്കാരിന്റെ മദ്യനയത്തിൽ നിന്നുള്ള വ്യതിചലനം അല്ലെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. കൊച്ചി മരടിലെ ക്രൗൺ പ്ലാസ, ആലുവ അത്താണിയിലെ ഡയാന ഹൈറ്റ്സ്, ആലപ്പുഴയിലെ ഹോട്ടൽ റമദ, തൃശൂർ ജോയ്സ് പാലസ്, അങ്കമാലി സാജ് എർത്ത് റിസോർട്ട്സ്, വയനാട് വൈത്തിരി വില്ലേജ് റിസോർട്ട്സ് എന്നിവയ്ക്കാണ് എക്സൈസ് കമ്മീഷണർ ബാർ ലൈസൻസ് നൽകിയത്. ഇവയെല്ലാം 5 സ്റ്റാർ ഹോട്ടലുകളാണ്. എന്നാൽ ഇതിൽ 4 3 സ്റ്റാറിൽ നിന്ന് അടുത്ത കാലത്ത് 5 സ്റ്റാറായി അപ്ഗ്രേഡ് ചെയ്തതാണ്. സാജ് എർത്ത് റിസോർട്ട്സ് സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയാണ് ബാർ ലൈസൻസ് കരസ്ഥമാക്കിയത്. UDF സർക്കാരിന്റെ മദ്യനയത്തിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിക്കാമെന്നാണ് പറയുന്നതെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ ഇതേപ്പറ്റി വിശദീകരിച്ചു. മദ്യനയത്തിന് അനുസൃതമായാണ് ലൈസൻസ് കൊടുത്തതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. സ്വാഭാവിക നടപടി മാത്രമാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഘട്ടം ഘട്ടമായ മദ്യനിരോധം എന്ന നയത്തിൽ സർക്കാർ വെള്ളം ചേർത്തതായി ആരോപണം ഉയർന്നു. പുതുതായി 10 3 സ്റ്റാർ ഹോട്ടലുകൾ കൂടി 5 സ്റ്റാറായി അപ്ഗ്രേഡ് ചെയ്യാൻ അപേക്ഷ കൊടുത്ത് കാത്തുകഴിയുകയാണ്. സംസ്ഥാനത്ത് പുതിയ 6 പഞ്ചനക്ഷത്ര ബാറുകൾക്ക് അനുമതി നൽകിയ കാര്യം അറിയില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്നും പുതിയ ബാറുകൾക്ക് അനുമതി നൽകിയ നടപടി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ പ്രതികരണം പിന്നീട് നടത്തുമെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിലെ 1-ാം പ്രതി നിനോ മാത്യുവിന് വധശിക്ഷയും കൂട്ടുപ്രതിയായ അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം തടവും വിധിച്ചു.
അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. അനുശാന്തി ഇരട്ട ജീവപര്യന്തം ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. ഇരുവരും 50 ലക്ഷം രൂപ വീതം പിഴ അടക്കണം. പിഴയിൽ നിന്ന് 50 ലക്ഷം ലിജീഷിനും 30 ലക്ഷം പിതാവ് തങ്കപ്പൻ ചെട്ടിയാർക്കും നൽകണം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി വി ഷെർസിയാണ് കേസിൽ വിധി പറഞ്ഞത്. സ്വന്തം കുഞ്ഞിനേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടിയെ കൊലപ്പെടുത്തി. കുട്ടിയേക്കാൾ നീളമുള്ള ആയുധം ഉപയോഗിച്ചാണ് നിനോ മാത്യു അതിക്രൂരമായി കൊലപാതകം നടത്തിയത്. പ്രതിയുടെ ആക്രമണത്തിൽ കുട്ടിയുടെ തലച്ചോറ് ചിതറിത്തെറിച്ചെന്നും കോടതി പറഞ്ഞു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തതിനാലും ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തും സ്ത്രീയായതിനാലുമാണ് അനുശാന്തിയുടെ ശിക്ഷ ജീവപര്യന്തം ആക്കിയത്. അനുശാന്തി മാതൃത്വത്തിന് തന്നെ നാണക്കേടാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പകുതി ശതമാനം സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായില്ലെങ്കിൽ തങ്ങൾ നിഷേധ വോട്ട് ചെയ്യുമെന്ന് സ്ത്രീപക്ഷ സാംസ്കാരിക കൂട്ടായ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ ലിംഗനീതിക്കുവേണ്ടി പെൺകൂട്ടായ്മ എന്ന പേരിൽ സംസ്ഥാന തലത്തിൽ പ്രചാരണം തുടങ്ങുമെന്നും അവർ പറഞ്ഞു. പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള നാട്ടിൽ വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം വെറും 10% പരിതാപകരമാണ്. പരിചയസമ്പത്തും കാര്യപ്രാപ്തിയുമുള്ള വനിതകൾ ഏറെയുണ്ടെങ്കിലും പുരുഷ കേന്ദ്രീകൃത മുഖ്യധാര പാർട്ടികൾ പോലും അവർക്ക് അവസരം നൽകുന്നില്ല. നിലവിൽ സ്ത്രീകളെ ജയസാധ്യത കുറവുള്ള മണ്ഡലങ്ങളിൽ നിർത്തി മറ്റ് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും പുരുഷന്മാർ കുത്തകയാക്കി വച്ചിരിക്കുകയാണ്. സ്ത്രീകളെ അധികാരത്തിൽ നിന്ന് ബോധപൂർവം മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾക്കെതിരെ ലിംഗഭേദമന്യേ എല്ലാവരും രംഗത്തു വരണമെന്നും അവർ പറഞ്ഞു. 140 മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് 0 മുതൽ 12 വരെയാണ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും വനിതാ സ്ഥാനാർത്ഥി സംവരണമെന്നും ഇതിലൊരു മാറ്റം വരുത്താൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണമെന്നും പെൺകൂട്ടായ്മ ആവശ്യപ്പെട്ടു. ലിംഗസമത്വവാദവുമായി രംഗത്ത് വരികയും ലിംഗസമത്വം അസാധ്യമാണെന്ന് പറഞ്ഞ മുസ്ലിം പണ്ഡിതരെ പരിഹസിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം നൽകാത്തത് സോഷ്യൽ മീഡിയയിൽ ഇതിനകം ചർച്ചയായിരുന്നു. സ്ത്രീകളെ മത്സരിപ്പിച്ചാൽ പിൻസീറ്റ് ഡ്രൈവിംഗ് ഉണ്ടാകുമെന്നും ഭരണത്തകർച്ച നേരിടുമെന്നുമുള്ള മുസ്ലിം പണ്ഡിതരുടെ പ്രസ്താവനയിൽ നിന്ന് പാഠം പഠിച്ചാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീ സംവരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നാണ് സൂചന. വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്നു. ശനിയാഴ്ച മാത്രം ഉപയോഗിച്ചത് 77.65 ദശലക്ഷം യൂണിറ്റാണ്. അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുകയാണ്. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. അസഹ്യമായ ചൂടിനു പുറമെ തെരഞ്ഞെടുപ്പും ക്രിക്കറ്റും കൂടി വന്നതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും കുതിച്ചുയർന്നു. ശനിയാഴ്ച 77.65 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്. ഇത് റെക്കോർഡ് ഉപഭോഗമാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും അപ്രഖ്യാപിത നിയന്ത്രണം ഏർപ്പെടുത്തുകയും വേനൽമഴ ലഭിക്കുകയും ചെയ്തിട്ടും എക്കാലത്തെയും ഉയർന്ന വൈദ്യുതി ഉപയോഗം രേഖപ്പെടുത്തുകയായിരുന്നു. ഇക്കൊല്ലത്തെ വേനലിൽ ബോർഡിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചുള്ള വൈദ്യുതി ഉപഭോഗമാണ് ഉണ്ടാവുന്നത്. ശനിയാഴ്ച വേണ്ടി വന്ന വൈദ്യുതിയിൽ 56.72 ദശലക്ഷം യൂണിറ്റും പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. സംസ്ഥാനത്തെ ഉൽപാദനം 20.93 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ്. ഇടുക്കി ശബരിഗിരി പദ്ധതികളിൽ നിന്ന് കൂടുതൽ ഉൽപാദനം നടത്തിയാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. പുറത്തുനിന്ന് വാങ്ങുന്ന താപവൈദ്യുതി ബോർഡിന് കടുത്ത സാമ്പത്തിക പ്രയാസം സൃഷ്ടിക്കും. ഈ ബാധ്യത പിന്നീട് സർചാർജായി വരികയും ചെയ്യും. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ആശങ്കാജനകമായി താഴുകയാണ്. ഞായറാഴ്ചത്തെ കണക്ക് പ്രകാരം ഇനി 34% വെള്ളമേ അണക്കെട്ടുകളിലുള്ളൂ. 1390.31 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഇതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാനാവൂ. അണക്കെട്ടുകളുടെ താഴ്ഭാഗത്തെ വെള്ളം പൂർണ്ണമായി ഉപയോഗിക്കാനാവില്ല. ഇടുക്കിയിൽ ഇനി 30% വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. പമ്പ കക്കിയിൽ 41%, ഷോളയാർ 39, ഇടമലയാർ 27, മാട്ടുപ്പെട്ടി 50, കുറ്റ്യാടി 38, താരിയോട് 27, പൊന്മുടി 10, ആനയിറങ്കൽ 41, നേര്യമംഗലം 54, പെരിങ്ങൽ 23, ലോവർ പെരിയാർ 57 എന്നിങ്ങനെയാണ് മറ്റ് സംഭരണികളിലെ ജലനിരപ്പിന്റെ ശതമാനം. കുണ്ടളയിലെ ജലം പൂർണ്ണമായി സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ കരാറുകൾ ഉണ്ടാക്കിയതും ലൈൻ ശേഷി വർദ്ധിച്ചതുമാണ് കേരളത്തിന് തുണയായത്. അല്ലായിരുന്നെങ്കിൽ ഇതിനകം കേരളം ഇരുട്ടിലാവുമായിരുന്നു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥ
സമസ്തഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളേ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാതി അഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടി മുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. അനാഥത്വവും പരാധീനതയും കാരണം ദുരിതത്തിൽ അകപ്പെട്ടവർക്ക് വിദ്യാഭ്യാസവും തണലും ഒരുക്കിയ വിദ്യാലയം ദാമ്പത്യ ജീവിതത്തിലേക്ക് കൂടി വഴിയൊരുക്കിയ മാതൃകയായി. കാരന്തൂർ മർക്കസിനു കീഴിൽ മരഞ്ചാട്ടിയിൽ പ്രവർത്തിക്കുന്ന മർക്കസ് ഗ്രീൻ വാലിയാണ് അറിവ് നൽകിയ വിദ്യാലയമുറ്റത്ത് മംഗല്യ സൗഭാഗ്യവും ഒരുക്കിയത്. സ്ഥാപനത്തിന്റെ 20ാം വാർഷികത്തിന്റെ ഭാഗമായാണ് അനാഥകളും അഗതികളുമായ 20 യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യം ഒരുക്കുന്നത്. ഇവരിൽ 10 യുവതികൾക്ക് പൊതുജീവിതത്തിലേക്ക് വഴി തുറക്കുന്ന സുന്ദര നിമിഷങ്ങൾക്ക് മരഞ്ചാട്ടി മർക്കസ് ഗ്രീൻ വാലി വേദിയായി. സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇന്നലെ മർക്കസ് ഗ്രീൻ വാലിയിൽ നടന്ന ചടങ്ങിൽ പൊതുജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. സ്ഥാപനം ആരംഭിച്ച് 20 വർഷത്തിനിടെ 750 പേർക്ക് മർക്കസ് ഗ്രീൻ വാലിയിൽ വിവാഹ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മർക്കസ് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. എല്ലാ വർഷവും 50 കുട്ടികൾക്ക് വിവാഹ സൗഭാഗ്യമൊരുക്കാൻ മർക്കസ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈകിട്ട് 5-ന് നടന്ന നിക്കാഹ് ചടങ്ങിന് ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, C മുഹമ്മദ് ഫൈസി എന്നിവർ നേതൃത്വം നൽകി. KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖുതുബ നിർവഹിച്ചു. വൈകിട്ട് ഹയർ സെക്കൻഡറി ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം സിംഗപ്പൂരിലെ ഡോക്ടർ H മുഹമ്മദ് സലീമും ഹാദിയ അക്കാദമിയുടെ കെട്ടിട ശിലാസ്ഥാപനം ഹാജി മുഹമ്മദ് യൂനിസ് മുഹമ്മദ് ഷെരീഫും നിർവഹിച്ചു. സമൂഹത്തിൽ നടമാടുന്ന അധാർമിക പ്രവണതകൾ തിരിച്ചറിയാനും ഇതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാനും സ്ത്രീകൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം നൽകണമെന്നും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥയ്ക്ക് പരിഹാരം വേണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. മർക്കസ് ഗ്രീൻ വാലിയിൽ നിന്നും പുറത്തിറങ്ങിയവർക്ക് തുടർ പഠനം മർക്കസ് നൽകുന്നുണ്ടെന്നും 25 വനിതാ ഡോക്ടർമാർ ഈ സ്ഥാപനത്തിന്റെ സന്തതികളായുണ്ടെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. ഇന്നലെ സമാപിച്ച മർക്കസ് ഗ്രീൻ വാലി 20ാം വാർഷിക സമ്മേളനം മരഞ്ചാട്ടിയിലെയും മലയോര ഗ്രാമങ്ങളിലെയും സുന്നി സംഘ മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതായി. ഇന്നലെ വൈകുന്നേരം 4-ന് മലയോര മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ കാന്തപുരം ഉസ്താദിനെ മരഞ്ചാട്ടിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. മരഞ്ചാട്ടി അങ്ങാടിയിൽ നിന്നും നാട്ടുകാരും പ്രവർത്തകരും ദഫിന്റെ അകമ്പടിയോടെ മർക്കസ് ഗ്രീൻ വാലിയിലേക്ക് കാന്തപുരം ഉസ്താദിനെ സ്വീകരിച്ചു. സ്ഥാപനത്തിന്റെ പ്രഥമ സമ്മേളനം വൻ വിജയമായത് പ്രദേശത്തെ സുന്നി പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം പകർന്നു. മെയ് മാസം മുതൽ പ്രസിദ്ധീകരണം ആരംഭിക്കുന്ന മർക്കസ് ആരോഗ്യം മാസികക്ക് മികച്ച പ്രതികരണം. നാട്ടിലും വിദേശത്തുമായി ആയിരങ്ങളാണ് ഇതിനകം മർക്കസ് ആരോഗ്യത്തിന് വരിക്കാരായത്. മർക്കസിന്റെ പുതിയ സംരംഭമായ ആരോഗ്യമാസിക ഉള്ളടക്കത്തിലും രൂപകൽപ്പനയിലും ഏറ്റവും മികച്ച വായനാനുഭവം സമ്മാനിച്ചാണ് ഓരോ മാസവും പുറത്തിറങ്ങുക. SYS സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ് മുഖ്യ പത്രാധിപർ. ഒരു കോപ്പിക്ക് 30 രൂപയാണ് വില. ഒരു വർഷത്തേക്ക് 360 രൂപ. വായനക്കാർക്കായി മികച്ച ഓഫറുകളും മർക്കസ് ആരോഗ്യം ഉറപ്പു നൽകുന്നുണ്ട്. ഇപ്പോൾ വരിചേരുന്നവർക്ക് വാർഷിക വരിസംഖ്യ 300 രൂപ മാത്രമാണ്. 10 വർഷത്തേക്ക് വരിചേരുന്നവർക്ക് ആദ്യത്തെ ഒരു വർഷം 12 കോപ്പി തീർത്തും സൗജന്യമാണ്. ഇതിനായി അടയ്ക്കേണ്ടത് 3600 രൂപ മാത്രം. 11 വർഷവും മുടങ്ങാതെ മർക്കസ് ആരോഗ്യം വീട്ടിലെത്തും. ആരോഗ്യ വായനാരംഗത്ത് പുതിയ രീതിയും അനുഭവങ്ങളും പകർന്ന് മലയാളത്തിൽ നിലവിലുള്ള ആരോഗ്യ മാസികകളോട് കിടപിടിക്കുന്ന രീതിയിൽ ഉള്ളടക്കത്തിലും രൂപകൽപ്പനയിലും ഏറ്റവും മികച്ച രൂപത്തിലാണ് ഓരോ മാസവും ഈ പ്രസിദ്ധീകരണം പുറത്തിറങ്ങുക.
ആരോഗ്യ വായനാരംഗത്ത് നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളുടെയും കീഴ്വഴക്കങ്ങളുടെയും അനാരോഗ്യകരമായ വായനാ സ്വഭാവത്തെയാണ് ഇസ്ലാമിക ആരോഗ്യ സങ്കല്പങ്ങൾ കൊണ്ട് മർക്കസ് ആരോഗ്യം പൊളിച്ചെഴുതുന്നത്. മർക്കസ് ആരോഗ്യത്തിന്റെ ഓരോ ലക്കവും അലോപ്പതി, ആയുർവേദം, യുനാനി, ഹോമിയോ, സിദ്ധ തുടങ്ങിയ എല്ലാ വിഭാഗത്തിലുമുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെ ലേഖനങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കും. സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി എന്നിവർ ഇതിനകം മർക്കസ് ആരോഗ്യത്തിന് വരിചേർന്നു കഴിഞ്ഞു. വരിചേരാൻ ആഗ്രഹിക്കുന്നവർ 9447753483 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ആരോഗ്യം മാസിക കോർഡിനേറ്റർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 20 വർഷത്തിനിടെ 750 പേർക്ക് വിവാഹം. മർക്കസ് ഗ്രീൻ വാലിയുടെ തണലിൽ 10 യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യം. ഇടതുപക്ഷത്തിന്റെ മദ്യനയത്തെ പരിഹസിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മദ്യവർജനം ഒരു നയമല്ലെന്നും ഉപദേശം മാത്രമാണെന്നും മുഖ്യമന്ത്രി. ഘട്ടം ഘട്ടമായ മദ്യനിരോധനം എന്ന പ്രഖ്യാപിത ലക്ഷ്യം കാറ്റിൽ പറത്തി സംസ്ഥാനത്ത് 6 ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ്. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകം. നിനോ മാത്യുവിന് വധശിക്ഷ, അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് തുല്യപ്രാതിനിധ്യം നൽകിയില്ലെങ്കിൽ നിഷേധ വോട്ട് ചെയ്യുമെന്ന് പെൺകൂട്ടായ്മ. മലയോരത്തിന് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിച്ച് ഗ്രീൻ വാലി സമ്മേളനം. സ്ത്രീ വിദ്യാഭ്യാസത്തിന് മികച്ച പരിഗണന വേണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ആരോഗ്യ വായനാരംഗത്ത് പുതിയ കാലവെപ്പുമായി മർക്കസ് ആരോഗ്യം. വരിചേരാൻ ആയിരങ്ങൾ. മികച്ച പ്രതികരണം. വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നതിനെ തുടർന്ന് അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴ്ന്നു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.